നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും റീസെന്റ് സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് MGNREGA. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ തന്നെ നമ്മൾ നിരവധി തവണ MGNREGA റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യവും അതിന്റെ വിശദീകരണവും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MGNREGA കുറിച്ചാണ്. എന്തുകൊണ്ടാണ് MGNREGA ഈ അടുത്ത കാലത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണം? വേറെ ഒന്നുമല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ MGNREGA പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിന്റെ പുതിയ പേര് എന്താന്ന് ചോദിച്ചാൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025. മറന്നു പോകല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇനി വരുന്ന ഏത് എക്സാം ആയിക്കോട്ടെ, അത് RRB, SSC, അണ്ടർ ഗ്രാജുവേറ്റ്, ഗ്രാജുവേറ്റ്, CGL, ഏത് എക്സാം ആയിക്കോട്ടെ, നമുക്കൊരു ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ MGNREGA ആക്ട് എന്താണ്? MGNREGA ആക്ട് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 നമ്മുടെ ഗവൺമെന്റ് പാസ് ചെയ്ത അല്ലെങ്കിൽ പാർലമെന്റ് പാസ് ചെയ്ത ഒരു ഗ്യാരണ്ടി ആക്ട് തന്നെയാണ് എന്ത്? MGNREGA. ഈ MGNREGA പേരാണ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. എന്താണ് പുതിയ പേര്? മക്കളെ, ഒരിക്കലും നിങ്ങൾ മറന്നു പോലെ വികസിത് ഭാരത്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ, ഒരു എയിം എന്താന്ന് ചോദിച്ചാൽ അത് 2047 ഒരു വികസിത ഭാരതം എന്ന് വെച്ചാൽ ഡെവലപ്ഡ് കൺട്രിയുടെ പട്ടികയിലേക്ക് നമ്മളെ രാജ്യത്തെ ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തോടെ 2047 വികസിത് ഭാരത്. സോ ആ ലക്ഷ്യത്തിലേക്കുള്ള എന്താണ് ഓരോ പടിയായിട്ട് സ്റ്റെപ്പിംഗ് ആയിട്ട് തന്നെയാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ആക്ട് 2025 നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുള്ള പാസ് ചെയ്തിട്ടുണ്ട്. ധാരാളം മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങൾ അറിഞ്ഞു തന്നെ പോകണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. അതിനു മുൻപ് നമുക്ക് MGNREGA കുറിച്ച് പറയാം. MGNREGA എന്ന് പറയുന്നത് 2005 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2005 പാസ് ചെയ്ത ഒരു ഗ്യാരണ്ടി സ്കീം തന്നെയാണ്. സോ MGNREGA പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ റൂറൽ ഏരിയ അല്ലെ, എന്താണ്? ഗ്രാമപ്രദേശങ്ങളെ ഡെവലപ്ഡ് ആക്കുക. നമുക്കറിയാം, ഗ്രാമപ്രദേശങ്ങൾ, ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങൾ പല തരത്തിലുള്ള ഇഷ്യൂസ്, പല തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാൽ ഇപ്പോഴും വളരെ എന്താണ് ഒരു അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ പുവർ സിറ്റുവേഷൻ, വൾണറബിൾ സെക്ഷൻസ് ഒക്കെ ധാരാളം തന്നെയുണ്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ പോയാൽ. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നാലും നമുക്ക് അതേ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. സോ ഈ റൂറൽ ഏരിയ ഡെവലപ്പ് ചെയ്യുക, അതേസമയം തന്നെ എന്താണ് ഈ പീപ്പിൾസിന്റെ, ഇവിടുത്തെയുള്ള ജനങ്ങളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒക്കെ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെയാണ് MGNREGA ആക്ട് 2005 പാസ് ചെയ്തത്. അതേസമയം തന്നെ നമ്മൾ പലപ്പോഴും ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. ശരിയല്ലേ? SDG ഗോളുകളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ SDG ഗോളിലേക്ക് തന്നെ പോവാം. നമ്മൾ MGNREGA ബന്ധപ്പെട്ടുള്ള SDG ഗോളിലേക്ക് പോവാണെങ്കിൽ SDG ഗോൾ 1 നമ്മൾ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. എന്താണ് SDG ഗോൾ 1 എന്ന് പറയുന്നത്? നോ പോവർട്ടി. നോ പോവർട്ടി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം MGNREGA ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എയിം ചെയ്യുന്നുണ്ട്. പോവർട്ടി പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യുക? തുടച്ചു മാറ്റുക എന്നൊരു ലക്ഷ്യം തന്നെയുണ്ട്. കാരണം അവിടെ എന്താണ് കിട്ടുന്നത്? ഒരു ഗ്യാരണ്ടിയാണ്. എന്തിനുള്ള ഗ്യാരണ്ടിയാണ്? വർക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാരണ്ടി പീപ്പിളിന് കിട്ടുവാണ്. റൈറ്റ് ടു വർക്ക് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇവിടെ ഈ പറയുന്ന MGNREGA ഗവൺമെന്റ് എയിം അല്ലെങ്കിൽ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. സോ ആ വർക്ക് ചെയ്യാനുള്ള, അപ്പൊ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്ത് കിട്ടും? ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കൂലി കിട്ടും. ആ കൂലി മിനിമം വേജ് ആക്ട് നമുക്കറിയാം 1948 പാസ് ചെയ്തിട്ടുള്ള മിനിമം വേജ് ആക്ട് പ്രകാരം തന്നെയാണ് MGNREGA ആ പേയ്മെന്റ് ഒക്കെ പോകുന്നത്. സോ ഈ പറയുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കൂലി ആർക്ക് കിട്ടും? ജനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ കിട്ടും. സ്വാഭാവികമായി അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പൈസ യൂസ് ചെയ്ത് അവര് എക്കണോമിക്കലി അവര് നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ന് പറയുമ്പോൾ ആ റൈറ്റ് ടു വർക്ക് അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് SDG ഗോൾ 1 ഫുൾഫിൽ ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് SDG ഗോൾ 2
SDG goal 2 എന്ന് പറയുന്നത് എന്താണ്? സീറോ ഹങ്കർ. സോ സീറോ ഹങ്കർ മറ്റൊരു SDG ഗോൾ ആണ്. MGNREGA റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു SDG ഗോൾ തന്നെയാണ് SDG goal 2 സീറോ ഹങ്കർ എന്ന് പറയുന്നത്. അതേസമയം തന്നെ എന്താണ് SDG goal 3 വരുന്നുണ്ട്. SDG goal 3 എന്ന് പറയുന്നത് ഗുഡ് വെൽബീയിങ് ആണ്. ഗുഡ് വെൽബീയിങ്, അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത്. സോ ഇതാണ് SDG goal 3 എന്ന് പറയുന്നത്. SDG goal 4 ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. SDG goal 4 എന്ന് പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. സോ ഇത്രയും SDG ഗോളുമായിട്ട് നമുക്ക് MGNREGA എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് MGNREGA കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ പുതിയ പേരിലേക്ക് തന്നെ പറയാം. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ആക്ട് 2025. സോ അതിന്റെ പ്രധാനപ്പെട്ട എയിം എന്താന്ന് ചോദിച്ചാൽ, ആ ഒരു സ്കീമിലൂടെ എന്താണ് ഗവൺമെന്റ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2047ഓടെ ഇന്ത്യ എന്തിലേക്ക് നീങ്ങുവാണ്? ഒരു വികസിത ഭാരതമായിട്ട് നീങ്ങുവാണ്. സോ അതുമായിട്ട് എന്ത് ചെയ്യുവാണ്? നമ്മളിവിടെ ഒന്ന് അലൈൻ ചെയ്യുവാണ്. അലൈൻ റൂറൽ ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? റൂറൽ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ റൂറൽ എംപ്ലോയ്മെന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് ഈ പറയുന്ന ജനങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാൻ നോക്കുകയാണ്? അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ 2047ഓടെ ഇന്ത്യയെ എങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യുവാണ്? ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക്. നിലവിൽ ഇന്ത്യ ഒരു എന്താണ്? ഡെവലപ്പിംഗ് നേഷൻ ആണ്. ആ ഡെവലപ്പിംഗ് നേഷനിൽ നിന്ന് ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സ്കീം ഗവൺമെന്റ് പാസ് ചെയ്തിട്ടുള്ളത്. സോ പ്രൈമറിലി എന്താണ് ഈ പറയുന്ന റൂറൽ എംപ്ലോയ്മെന്റ്, ആ ഒരു വെൽഫെയർ സേഫ്റ്റി നെറ്റിൽ നിന്ന് എന്താണ് ഒരു സ്ട്രാറ്റജിക് ഇൻസ്ട്രുമെന്റ് ഫോർ അസെറ്റ് ക്രിയേഷൻ. അസെറ്റ് ക്രിയേറ്റ് ചെയ്യുക. വെറുതെ ഒരു ജോലി ചെയ്തല്ലേ ഡെയിലി വേജസ് പോലെ വെറുതെ ജോലി ചെയ്യുന്ന അപ്പുറം അവിടെ എന്താണ് കുറച്ചും കൂടെ പ്ലാൻഡ് ആക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് വികസിത് ഭാരത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്ക് വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് MGNREGA ഈ ഒരു ആക്ടിന്റെ പ്രത്യേകത? നമുക്കറിയാം MGNREGA എന്ന് കേൾക്കുമ്പോൾ തന്നെ മഹാത്മാഗാന്ധി നാഷണൽ ഗ്യാരണ്ടി സ്കീം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ദിവസത്തെ വർക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? 100 ഡേയ്സിന്റെ വർക്കാണ് MGNREGA പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പുതിയ സ്കീം അനുസരിച്ച് അത് എത്രയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്? 125 ഡേയ്സിലേക്ക് അത് ഉയർത്തിയിട്ടുണ്ട്. 25 ഡേയ്സ് ഇവിടെ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ എന്തായിട്ടുണ്ട്? നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഈ പറയുന്ന MGNREGA ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ഒരു എക്സ്ട്രാ 50 ഡേയ്സ് പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ പറയുന്ന ST കമ്മ്യൂണിറ്റിയിൽ ഈ ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ അങ്ങോട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലും എന്തുണ്ട്? ഒരു 50 ഡേയ്സ് എക്സ്ട്രാ വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊവിൻഷൻ ഉണ്ട്. എന്നാൽ ആ ഒരു പ്രൊവിൻഷൻ എവിടെ ഇല്ല? നമ്മുടെ പുതിയ സ്കീമിലില്ല. അത് ഓർക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് 100 ഡേയ്സിൽ നിന്ന് അത് എത്രയിലേക്ക് ഉയർന്നിട്ടുണ്ട്? 125 ഡേയ്സിലേക്ക് ഉയർന്നിട്ടുണ്ട്. മറന്നു പോകല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതേസമയം തന്നെ എന്താണ്? യൂണിവേഴ്സൽ കവറേജ് ആണ്. എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ ലേബേഴ്സിന് ഇത് അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. റൂറൽ ഏരിയയിലുള്ള എല്ലാം അൺസ്കിൽഡ് ലേബേഴ്സിന് ഇത് എന്താണ്? ഇത് അവൈലബിൾ ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ലേബേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് സ്കിൽഡ് ലേബേഴ്സ് എന്നും അൺസ്കിൽഡ് ലേബേഴ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സോ ആ അൺസ്കിൽഡ് ലേബേഴ്സിന് അവൈലബിൾ ആണ് എന്ത്? അതും റൂറൽ ഏരിയയിലുള്ള അൺസ്കിൽഡ് ലേബേഴ്സിന് ഇത് അവൈലബിൾ ആണ്. ഓർത്തു വെച്ചോണം. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്, അഗ്രികൾച്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് 40% മുകളിൽ ഇപ്പോഴും എന്ത് തന്നെയാണ്? അഗ്രികൾച്ചർ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള എക്കണോമി മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരാണ്. മോർ ദാൻ 40% ഈ പറയുന്ന അഗ്രികൾച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ട് പോകുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഈ പറയുന്ന പുതിയ സ്കീമിനെ എന്തുമായിട്ടൊന്ന് അലൈൻ ചെയ്തിട്ടുണ്ട്? അഗ്രികൾച്ചറുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അലൈൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ പറയുന്ന സ്കീമിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യാം. എത്ര ദിവസത്തേക്ക്?
60 ഡേയ്സിലേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യാം. കാരണം ഈ ഡേയ്സ് എന്ന് പറയുന്നത് എങ്ങോട്ട് മാറ്റുവാണ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ലേബേഴ്സിനെ അങ്ങോട്ട് കൊടുക്കാൻ, അല്ലെ, എന്താണ്, ഒരു സ്റ്റഡി സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ലേബേഴ്സിനെ ഈ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ തന്നെ വിളയെടുപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഹാർവെസ്റ്റിംഗ് പീരിയഡിൽ ഈ പറയുന്ന ലേബേഴ്സിനെ എങ്ങോട്ട് സപ്ലൈ ചെയ്യുവാണ്, അഗ്രികൾച്ചർ വർക്കിന് വേണ്ടി സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിൻഷൻ ഇവിടെ വരുന്നുണ്ട്. അതൊരു പുതിയ പ്രൊവിൻഷൻ ആണ്. അഗ്രികൾച്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ ഓർത്തോണം. ഇനി അതേ സമയം തന്നെ സ്റ്റേറ്റ് ഫെയിൽ ആവുകയെന്ന് വെച്ചോ, വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റേറ്റിന് പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വിത്തിൻ 15 ഡേയ്സ് ഓഫ് ഡിമാൻഡ് ഒരു മാൻഡേറ്ററി വളരെ കർശനമായിട്ടുള്ള ഒരു അലവൻസ് ഈ അപ്ലൈ ചെയ്ത വ്യക്തിക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിൻഷൻ ഉണ്ട്. അതാണ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് എന്ന് പറയുന്നത്. 50 ഡേയ്സിനുള്ളിൽ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താണ് വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് അലവൻസ് അപ്ലൈ ചെയ്ത ആൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിൻഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ്, ടൈംലി പേയ്മെന്റ് ആണ്. സോ ഈ പറയുന്ന നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്ക് വീക്ക്ലി വൈസ് എന്ത് കിട്ടുന്നുണ്ട്, വീക്ക്ലി വൈസ് അവർക്ക് പേയ്മെന്റ് കിട്ടും. MGNREGയിലേക്ക് വരുമ്പോൾ 15 ഡേയ്സ് ഒക്കെ കൂടുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, പേയ്മെന്റ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ ടൈം ബൗണ്ടഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ പേയ്മെന്റ് പോകുന്നത്. വിത്തിൻ വീക്സ്, ആ ഒരു വീക്കിനുള്ളിൽ തന്നെ അവർക്ക് പേയ്മെന്റ് കിട്ടും. ഏറ്റവും മാക്സിമം 15 ഡേയ്സ് വരെയാണ് അതിന്റെ ഒരു കാലാവധി വരത്തുള്ളൂ. സോ വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ അവർക്ക് പേയ്മെന്റ് കിട്ടും. എന്നാൽ നമ്മുടെ ആക്ട് അനുസരിച്ച് ഒരു 7 ദിവസത്തിനുള്ളിൽ അവർക്ക് പേയ്മെന്റ് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മാക്സിമം ഡേയ്സ് ആണ് അവിടെ 15 ഡേയ്സ് വരുന്നത്. സോ ഈ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോണം. പ്രത്യേകിച്ചും നിങ്ങൾ മറന്നു പോകല്ലേ, 100 ഡേയ്സിൽ നിന്ന് എങ്ങോട്ട് മാറിയിട്ടുണ്ട്, 125 ഡേയ്സിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയ ആക്ട് പ്രകാരം 125 ദിവസമാണ്. അതേപോലെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അലൈൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 60 ദിവസം വരെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അത് എന്തിനു വേണ്ടിയാണ്, അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിന് നമ്മൾ ലേബേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിൻഷൻ ഇവിടെ ഉണ്ട്. സെയിം ടൈം ടൈംലി ബൗണ്ട് ആയിട്ടുള്ള പേയ്മെന്റ് ആണ്. വിത്തിൻ 7 ഡേയ്സ് അല്ലെങ്കിൽ വീക്കിലി അവർക്ക് പേയ്മെന്റ് കിട്ടും. മാക്സിമം ആണ് 15 ഡേയ്സ് വരെ പോകുന്നത്. സോ ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ നോക്കി തന്നെ പോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്കീമിന്റെ ഒരു കീ ഫീച്ചർ ആയിട്ട് തന്നെ നമുക്കിത് പറയാൻ സാധിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4 പ്രയോറിറ്റി വർക്ക് വെർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് വാട്ടർ സെക്യൂരിറ്റി. ഈ വാട്ടർ സെക്യൂരിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇറിഗേഷൻ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ എന്താണ്, ഹാർവെസ്റ്റിംഗ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. സോ അതൊരു വർക്ക്, ഒരു പ്രയോറിറ്റി ഉള്ള ഒരു വർക്ക് സെക്ഷൻ ആണ് എന്ത്, ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ സെക്യൂരിറ്റി. അതേപോലെ തന്നെ എന്താണ്, കോർ ആയിട്ടുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, കണക്ടിവിറ്റി വരുന്നുണ്ട്, വില്ലേജ് യൂട്ടിലിറ്റി സിസ്റ്റം വരുന്നുണ്ട്. സോ ഇതെല്ലാം എന്തിലേക്കാണ്, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഇതെല്ലാം അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ വാട്ടർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അത് എങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, അഗ്രികൾച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ അഗ്രികൾച്ചറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇറിഗേഷൻ എന്ന് പറയുന്ന അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇതെന്താണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് തന്നെയാണ്, അല്ലെ. നമുക്ക് നല്ല എന്താണ്, വളരെ പ്യൂരിഫൈ ആയിട്ടുള്ള വാട്ടർ ലഭിക്കുക എന്ന് പറയുന്നത് ഒരു അവകാശം തന്നെയാണ്. സോ ഈ ആക്ടിവിറ്റി, ഈ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യവും ഈ പറയുന്ന ഒരു എയിമിനുണ്ട്, ഈ ഒരു ആക്ടിനുണ്ട്. സെയിം ടൈം അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ. എപ്പോഴും നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന കോവിഡ് സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലെ. എന്താണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്? അത് ശരിക്കും ഈ റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിലുള്ള ആ ഒരു സാങ്കേതികപരമായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഈസി ടു ആക്സസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് എവിടെ ഉള്ളത്, അർബൻ ഏരിയയിലുള്ളത്. എന്നാൽ അത്രമാത്രം ഈസി ടു ആക്സസ് അല്ല. ഇപ്പൊ നെറ്റ്വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നെറ്റ്വർക്കും അല്ലെങ്കിൽ നമുക്ക് കണക്ഷനും ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും അർബൻ ഏരിയയിൽ. അത്രമാത്രം ഫാസ്റ്റ് അല്ല ഇവിടെ വരുമ്പോൾ റൂറൽ ഏരിയയിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്? ഒബ്വിയസ്ലി ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ്, അല്ലെ. അപ്പൊ ആ ഗ്യാപ്പ്
ഗ്യാപ്പുകൾ എന്ത് ചെയ്യുക, ആ ഗ്യാപ്പുകൾ അങ്ങോട്ട് നികത്തുക, അല്ലെങ്കിൽ മാക്സിമം ആ ഗ്യാപ്പുകൾ എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്നൊരു ലക്ഷ്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. റോഡ് കണക്ടിവിറ്റി, സോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീം തന്നെയാണ് പ്രധാനമന്ത്രി സഡക് യോജന അല്ലെ. റൂറൽ റോഡുകളെ മാക്സിമം എന്ത് ചെയ്യുക, ഡെവലപ്ഡ് ആക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് സഡക് യോജന വരുന്നത്. അതേപോലെ തന്നെ കണക്ടിവിറ്റീസ് ഉണ്ട്, വില്ലേജ് യൂട്ടിലിറ്റി സിസ്റ്റം ഉണ്ട്, ദെൻ ലൈവ്ലിഹുഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ കോൾഡ് സ്റ്റോറേജ്, റൂറൽ മാർക്കറ്റ്, വെയർ ഹൗസസ്, കാരണം അഗ്രികൾച്ചർ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. സോ അവരെ എന്ത് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക. അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും, എക്കണോമിക്കലി ഡെവലപ്മെന്റ്, നമ്മുടെ രാജ്യത്തിന് എക്കണോമിക്കലി ഡെവലപ്ഡ് ആവും. 40% ആൾക്കാർ അല്ലെങ്കിൽ മോർ ദാൻ 40% ആൾക്കാർ അഗ്രികൾച്ചർ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുമ്പോഴും ഇവരുടെ GDP യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കമ്പാരിറ്റീവ്ലി എന്താണ്, കുറവാണ്. സോ ആ കുറവ് എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, ആ ഗ്യാപ്പ് മിനിമൈസ് ചെയ്യുക. അത്രമാത്രം ആൾക്കാർ, ഇപ്പൊ മോർ ദാൻ 40% ആൾക്കാരെ അഗ്രികൾച്ചറെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻ, എങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ, എക്കണോമിക്കലി ആയ കോൺട്രിബ്യൂഷൻ അവരിൽ നിന്ന് വരണം. സോ അത് അങ്ങനെ ആ ഒരു വരവ്, അതിനുവേണ്ടിയൊക്കെ തന്നെയാണ് ഈ പറയുന്ന പുതിയ ആക്ട് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഇത് നമുക്ക് എന്താണ് എക്സ്പ്ലിസിറ്റ്ലി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രൊവിൻഷ്യൻ എന്താണ്, അഗ്രികൾച്ചറുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അലൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഒബ്വിയസ്ലി നമുക്കറിയാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്കിവിടെ വളരെ ഫ്രീക്വന്റ്ലി നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ പോലും 2018 ശേഷം ഫ്രീക്വന്റ് ആയിട്ടുള്ള എന്ത് സംഭവിക്കുന്നുണ്ട്, ഫ്ലഡുകൾ സംഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലുകൾ അല്ലെ. സോ ലാൻഡ് സ്ലൈഡുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് ഇതിനെ എന്ത് ചെയ്യുക, ഇവിടെ അതും മിനിമൈസ് ചെയ്യുക. സോ അതുമായി ബന്ധപ്പെട്ട മിറ്റിഗേഷൻ പ്രോഗ്രാമുകൾ, സോ ആ മിറ്റിഗേഷൻ പ്രോഗ്രാമുകളിൽ ഈ പറയുന്ന ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ എന്താണ്, സ്ട്രെങ്ത് കൂടുവാണ് അല്ലെ, ആ ഒരു ഹ്യൂമൻ സ്ട്രെങ്ത് കൂടുവാണ്. സോ അതുകൊണ്ട് തന്നെ മിറ്റിഗേഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്തായിരിക്കും, മിറ്റിഗേഷൻ പ്രോഗ്രാംസ് ഒക്കെ കുറച്ചും കൂടെ വളരെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നൊരു കാര്യം കൂടെ ഇവിടെയുണ്ട്. സോ ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയോറിറ്റി ഉള്ള വർക്ക് ഏരിയാസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ നോക്കി തന്നെ പോവുക. ഇനി ഫണ്ടിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ഫണ്ടിങ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്, ഒന്ന് സെൻട്രൽ സെക്ടർ സ്കീമുകളും അതേപോലെ എന്താണ് സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ഇങ്ങനെ 2 സ്കീമുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സെൻട്രലി സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഫണ്ടിങ് ആണ് അവിടെ വരുന്നത്. എന്നാൽ സ്പോൺസേർഡ് സ്കീം എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് അല്ല, അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തുണ്ട്, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ സെക്ടർ സ്കീമിൽ നിന്ന് ഇത് എന്തായി മാറി, സെൻട്രലി സ്പോൺസേർഡ് സ്കീമായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇവിടെ ആരുടെ കോൺട്രിബ്യൂഷനും കൂടെ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മളെ പോലെയുള്ള സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത് 60:40 ആണ്. 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും. എന്നാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കണം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത് 90:10 ആണ്. 90% സെൻട്രൽ ഗവൺമെന്റും 10% അവിടെ എന്തുള്ളൂ, സ്റ്റേറ്റിന്. എന്നാൽ യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോകുമ്പോൾ വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആണ് കേട്ടോ. ലെജിസ്ലേച്ചർ ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറിയിലേക്ക് പോകുമ്പോൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹിക്ക് എന്തുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. പോണ്ടിച്ചേരിക്ക് എന്തുണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. എന്നാൽ ഡാമൻ ആൻഡ് ഡ്യൂയിലേക്ക് പോയാൽ അവിടെ ലെജിസ്ലേച്ചർ ഇല്ല. അപ്പം അവിടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 100% എന്താണ്, നമ്മുടെ സെൻട്രൽ ഫണ്ടിങ് തന്നെയാണ്. അപ്പൊ സെൻട്രലി സ്പോൺസേർഡ് സ്കീമായിട്ട് മാറിയിട്ടുണ്ട്. എവിടെ നിന്ന്, സെൻട്രലി സെക്ടർ സ്കീമിൽ നിന്ന് അതെന്തായി മാറി, സെൻട്രലി സ്പോൺസേർഡ് സ്കീമായി മാറി. അതേസമയം തന്നെ ബഡ്ജറ്റിന്
ബഡ്ജറ്റിന്റെ കാര്യത്തിൽ എല്ലാ തവണയും ആനുവൽ ബഡ്ജറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ഗവൺമെന്റ് MGNREGA ആക്ടിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നൊരു ആർഗ്യുമെന്റ് എല്ലാ തവണയും അതൊരു ക്രിറ്റിസിസം ആയിട്ട് വരുന്നതാണ്. സോ അത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്, ഒരു പ്രീ ഡിറ്റർമിൻഡ് ബഡ്ജറ്റ് ഉണ്ട്. ഏകദേശം ഇപ്പൊ 2025-26 കാലഘട്ടത്തിലെ ബഡ്ജറ്റ് എടുത്താൽ 95,000 ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 95,000 മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ 95,000 മുകളിൽ നമുക്ക് എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ അത് ആരാണ് നോക്കേണ്ടത്? അത് പിന്നീട് വരുന്ന എക്സ്പെൻസ് നോക്കേണ്ടത് അത് സ്റ്റേറ്റിന്റെ ഒരു കടമയാണ് എന്നൊരു പ്രൊവിൻഷൻ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. നമ്മൾ അതിന്റെ ക്രിറ്റിസിസത്തിലേക്ക് പോകണ്ട, പക്ഷെ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോ സെയിം ടൈം നമുക്കറിയാം, നമ്മൾ ആ ഒരു വികസിത ഭാരതത്തിലേക്ക് പോകുമ്പോൾ ആ ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ ഗവർണൻസ്, അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ഈ ഗവർണൻസ് ഒക്കെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡിജിറ്റൽ ഗവർണൻസും അക്കൗണ്ടബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗവർണൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. സോ ഇതൊക്കെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് പുതിയ സ്കീം വരുന്നത്. വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാൻ വരുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് PM ഗതിശക്തി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ് PM ഗതിശക്തി. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ PM ഗതിശക്തി സ്കീമുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. സെയിം ടൈം വികസിത് ഭാരത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക് എന്ന് പറയുന്ന മറ്റൊരു പ്രോഗ്രാമും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോകണം. ഞാൻ പറഞ്ഞു, ട്രാൻസ്പെറൻസി ഒരു ഭരണത്തെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ത്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. സോ ട്രാൻസ്പെറൻസിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ട്രാൻസ്പെറൻസിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗവർണൻസ് എന്താക്കുക, ഈ ഗവർണൻസ് സ്ട്രോങ് ആക്കുക എന്ന് തന്നെയാണ് ട്രാൻസ്പെറൻസിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ട്രാൻസ്പെറൻസി പോലെ തന്നെ എന്തുകൊണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ അത് നോക്കി തന്നെ പോകണം. സോ നമുക്കൊന്ന് അവസാനമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഈ പറയുന്ന MGNREGA ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയ്മെന്റ് ഡേയ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 ഡേയ്സ് ആണ് MGNREGA ഉള്ളെങ്കിൽ അത് 125 ദിവസമായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ, വികസിത് ഭാരത് സ്കീമിലേക്ക് വരുമ്പോൾ 125 ദിവസമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ സെക്ടർ സ്കീമിൽ നിന്ന് അത് എന്ത് മാറി, സെൻട്രലി സ്പോൺസർഡ് സ്കീമായിട്ട് മാറി. ഡിമാൻഡ് ഡ്രിവൻ ആയിട്ടുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ ആണ്. പക്ഷെ പുതിയ സ്കീമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. എന്താണ്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രീ അലോക്കേറ്റഡ്, സെൻട്രൽ പ്രീ അലോക്കേറ്റ് ചെയ്തു. പക്ഷെ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിനനുസരിച്ച് അവിടെ അലോക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ചായിരിക്കും ആ ഒരു ഫണ്ടിങ് പോകുന്നത്. അഗ്രികൾച്ചർ ഇമ്പാക്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 60 ഡേയ്സ് പോസ്റ്റ് വരെ സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. 60 ദിവസം വരെ ആ ഒരു സ്കീം എന്ത് ചെയ്യാം, നിർത്തിവെച്ചിട്ട് അത് ആ ലേബേഴ്സിന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. സോ ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. പ്ലാനിംഗ് മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PM ഗതിശക്തിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് പുതിയ സ്കീം പോകുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഉറപ്പായിട്ടും ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ തന്നെയാണ് MGNREGA. സോ അതേ സമയം തന്നെ നമ്മുടെ പുതിയ സ്കീം നിങ്ങൾ നോക്കി വെക്കണം. നമ്മൾ ഇത്ര നേരവും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സമയം തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ ഒരു പേരിന്റെ എന്താണ് ഈ പേരിന്റെ ഒരു ഇമ്പോർട്ടൻസ്? അത് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, ഇമ്പോർട്ടൻസ് എന്താണ്, ഈ പേരിലൂടെ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിം തുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇവിടെ പറയണം. ഈ ഒരു പേരിന്റെ പേര് മാറ്റേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇനി വരുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ. ഇതുമായി ബന്ധപ്പെട്ട് സൂപ്പർ നോട്ട്സിൽ 20% ഓഫ് എല്ലാ റെഗുലർ ബാച്ചുകൾക്കും
20% ഓഫ്. അറ്റ് ദ സെയിം ടൈം ഗോൾഡ് ബാച്ചിന് നമുക്ക് 10% ഓഫ് ആണ് നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും, നമുക്കറിയാം RRB SSC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾ ഉടൻ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. ഗ്രൂപ്പ് ഡി എക്സാമുകൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. സോ റെഗുലർ ബാച്ചിന് 20% ഓഫും 10% ഓഫും നമ്മുടെ ഗോൾഡ് ബാച്ചിന് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരികയാണ്. സോ എല്ലാവരും ഉടൻ തന്നെ കോഴ്സുകൾ ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൂപ്പർ നോട്ട്സിന്റെ വക ഒരു ക്രിസ്മസ് ആശംസകൾ.